ഹായ് ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. വൈറ്റ് സ്പൂണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മാംഗ്രോവ് എക്കോ പാർക്കിലേക്കാണ്. അതായത് സൗദി അറാംകോയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണത്. ദമാമിൽ നിന്നും 47 കിലോമീറ്ററാണ് മാംഗ്രോവ് എക്കോ പാർക്കിലേക്കുള്ളത്. ഏകദേശം അരമണിക്കൂറിലധികം ഓടാനുണ്ട്. പോകുന്ന വഴിയിലൊക്കെ റോഡ് സൈഡിലായിട്ട് ദൂരം സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകൾ കാണാം. റാസ്തനൂറ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് കോർണിഷിലേക്കുള്ള കുബരിയുടെ റൈറ്റ് സൈഡിലാണ് മാംഗ്രോവ് എക്കോ പാർക്ക് ഉള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. ഇതിൻ്റെ പ്രവൃത്തി സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഈ ഗേറ്റും കടന്ന് നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് മാംഗ്രോവ് എക്കോ പാർക്കിലെത്താം. ദമാമിൽ നിന്നൊക്കെ വരുന്നവർ ഈ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. റാസ്തനൂറ ബീച്ചിലേക്കൊക്കെ പോകുന്ന വഴി ഇവിടെ കയറി കുറച്ച് സമയം ചിലവഴിച്ചിട്ട് പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. കുറഞ്ഞ പാർക്കിംഗ് പ്ലേസുകളേ ഉള്ളൂ, എങ്കിലും വീക്കെൻഡിൽ പോലും വലിയ തിരക്കുകളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മാംഗ്രോവ് എക്കോ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണാം. ഒഴിഞ്ഞ വിജനമായ ഒരു സ്ഥലത്താണ് കേട്ടോ ഈ പാർക്കുള്ളത്. ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. 5 മണി കറക്റ്റിന് ഇവർ ഗേറ്റ് ക്ലോസ് ചെയ്യും കേട്ടോ. മാസി മുമ്പും ഇവിടെ വന്നതാണ് കേട്ടോ, അതാണ് നല്ല പരിചയത്തിൽ പോകുന്നത്. 2021 ഈ പാർക്ക് ഓപ്പൺ ചെയ്തത്. ഇപ്പോഴും കൂടുതൽ ആളുകൾക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. എന്നാലും മലയാളീസാണ് ഇവിടെ കൂടുതലും ടൂറിസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് റിസപ്ഷനും ചെറിയ റെസ്റ്റ് ഏരിയയും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള പ്രവേശനം തീർത്തും സൗജന്യമാണ് കേട്ടോ. ഒരു റിയാൽ പോലും നമുക്ക് മുടക്കില്ല. രാവിലെ 9 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. വൈകുന്നേരം 5 മണിക്ക് ക്ലോസ് ചെയ്യും. ഞായറാഴ്ച ലീവാണ്, ഓപ്പൺ ആയിരിക്കില്ല. തൊട്ടടുത്ത റൂമിൽ ഈ പാർക്കിനെ കുറിച്ച് വിശദീകരിക്കുന്ന കുറേ വിഷ്വൽസൊക്കെ സ്ക്രീനുകളിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. റിസപ്ഷനും കഴിഞ്ഞ് നേരെ കാണുന്ന വാതിൽ തുറന്നാൽ കാണുന്നതാണ് മാംഗ്രോവ് എക്കോ പാർക്ക്. നാട്ടിലെ കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെ ഒരു നടപ്പാത നിർമ്മിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ മെയിൻ്റനൻസും പരിപാലനമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം പോയതിനേക്കാളും നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. പുതുതായി പെയിൻ്റെല്ലാം അടിച്ച് ഫ്ലോറും കൈവരികളും എല്ലാം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. കടൽ ഉൾവലിഞ്ഞത് കൊണ്ട് വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് ഞണ്ടുകളും മീനുകളൊന്നും കാണുന്നില്ല. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടെ നിറയെ വെള്ളമായിരുന്നു. എങ്ങനെയുണ്ട് സ്ഥലം? എത്രാമത്തെ പ്രാവശ്യം ഇവിടെ ആയിരുന്നു? 3-ാമത്തെ പ്രാവശ്യം. ഓർമ്മണ്ടാ? പക്ഷെ ഒന്നുകൂടി ഉഷാറാക്കിയില്ലേ ഇവിടെ. ഈ കൈവരികളൊക്കെ പെയിൻ്റ് അടിച്ച് മുന്നത്തിൽ ഒന്നുകൂടി ഉഷാറാക്കിയിട്ടുണ്ട് അല്ലേ. ഈ നടപ്പാതയുടെ ദൂരം കാണിക്കുന്ന ബോർഡാണ് കാണുന്നത്. 0.40 കിലോമീറ്ററാണ് ആ നടപ്പാതയുടെ ദൂരം. ഇവിടെയൊക്കെ നിറയെ വെള്ളമുള്ള സ്ഥലമാണ് കേട്ടോ. കടൽ ഉൾവലിഞ്ഞത് കൊണ്ടാണ് ഇവിടെ എല്ലാം വറ്റി കാണുന്നത്. വെള്ളം നിന്നിരുന്ന സ്ഥലത്തിൻ്റെ അടയാളം ആ ചെടികളിൽ കാണാവുന്നതാണ്. പ്രധാനമായും 4 ഇനം പക്ഷികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. വിശദമായി ഞാൻ പറയാം.
അവിടെ പുറത്ത് വിശ്രമിക്കാൻ നല്ല കുഷ്യനൊക്കെ ഉള്ള നല്ല ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറാൻ 2 സൈഡിലും സ്റ്റെയർകേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റ് സംവിധാനവും ഉണ്ട് കേട്ടോ. പിന്നെ 4 ഇനം പക്ഷികളാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞില്ലേ, ആ പക്ഷികളെ കുറിച്ചാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ പക്ഷികളൊന്നും ഞങ്ങൾ കണ്ടില്ല. ഫ്ലാമിംഗോയെ കാണുന്നുണ്ട്, അതാ ദൂരദർശന് വെച്ച് നോക്കിയാൽ കാണുകയുള്ളൂ. ഈ ദൂരദർശനിലൂടെ നോക്കിയാൽ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പള്ളിയും ഒരു ടവറും ബിൽഡിങ്ങുകളെല്ലാം കാണാം. അതിന് മുകളിലും വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള വ്യൂ ആണിത്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും ഹാൻഡ് വാഷ് ഏരിയയും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 5 മണി ഒക്കെ ആയി കഴിഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് പുല്ല് കൊണ്ടൊക്കെ മേഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബായ്.